പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വളരെ കുറച്ച് മാത്രമേ പെട്രോളിയവും ഗ്യാസും മറ്റും ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന്. നമ്മുടെ ഇന്ത്യ മുമ്പ് ഭരിച്ചിരുന്ന പല സർക്കാരുകളും നമ്മുടെ ഈ രാജ്യത്തുള്ള പ്രകൃതി വിഭവങ്ങൾ ചോർത്തിയെടുക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊണ്ടില്ല. ആ സർക്കാരുകളൊന്നും തന്നെയും ഈ കാര്യങ്ങൾ അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇതിൽ മിക്ക മന്ത്രിസഭകളും കൂട്ടുകക്ഷി മന്ത്രിസഭകളോ അല്ലെങ്കിൽ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ 2-4 സീറ്റിന് ഭരണം കയ്യിലടക്കിയവരോ ആയിരുന്നു. നമ്മുടെ കുറച്ചു കാലം പുറകിലോട്ട് പോയാൽ നമുക്കറിയാം, കൂട്ടുകക്ഷി മന്ത്രിസഭകളിൽ പലതും കുംഭകോണങ്ങളും അഴിമതിയും കെടുകാര്യസ്ഥതയും ധൂർത്തും എന്ന് വേണ്ട രാജ്യത്തെ മുച്ചൂടും മുടിക്കുന്ന കയ്യിലിരിപ്പായിരുന്നു ഓരോ മന്ത്രിസഭാംഗങ്ങളുടെയും കയ്യിൽ. ഇത് നമ്മുടെ രാജ്യത്തെ പല കാര്യങ്ങളിലും പിന്നിലേക്കടിച്ചു. കുംഭകോണങ്ങളിലകപ്പെട്ട പല മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഇപ്പോഴും ജയിലിലാണ്. ആരെയും പുകഴ്ത്തിയൊന്നും പറയുകയല്ല കേട്ടോ. ഇപ്പോൾ എന്തായാലും അതിന് കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട്. അതൊരാശ്വാസമാണ്. എന്തായാലും രാജ്യം നല്ല വളർച്ചയുടെ പാതയിലുമാണ്. ആര് ഭരിച്ചാലും വേണ്ടിയില്ല. എന്തായാലും പറയാതെ വയ്യല്ലോ, പുതിയ സർക്കാരുകൾ വന്നതിന് ശേഷം മൈനിങ്ങിലും പെട്രോളിയം ഖനനത്തിലും മറ്റും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കാശ്മീരിലും ആസാമിലും മധ്യപ്രദേശിലും എന്ന് വേണ്ട പല ഭാഗങ്ങളിലും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഖനനവും ഗവേഷണവും മറ്റും നടന്നു വരുന്നു. ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഇന്നിൻ്റെ മൂലകങ്ങളായ റെയർ എർത്ത് എലമെൻറ്റ്സ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ആശാവഹമായ നീക്കമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ പെട്രോളിയം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളും ഖനനവും ഗവേഷണവും ഒക്കെ നടന്നു വരുന്നു. 145 കോടിയോളം ജനം വരുന്ന ഇന്ത്യ മഹാരാജ്യത്തിലെ ഊർജാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സർക്കാരുകൾക്ക് നല്ല തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് വേണ്ടുവോളം ഇത്തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങൾ കണ്ടെത്തിയിരുന്നില്ല. അതൊരു പോരായ്മയായിരുന്നു. മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് പുതിയ സർക്കാർ മെച്ചപ്പെട്ട പ്രകടനമാണ് ഇക്കാര്യങ്ങളിൽ കാണിക്കുന്നത്. ഇത് ആശാവഹമാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി ഉടലെടുത്തിട്ടുള്ള പ്രതിസന്ധി നമുക്കൊന്ന് നോക്കാം. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം തന്നെയാണ് പറയാനുള്ളത്. കാരണം ഊർജാവശ്യങ്ങൾക്ക് നാം പ്രധാനമായും ആശ്രയിക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ ഗൾഫ് രാഷ്ട്രങ്ങളെയാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യ ഒന്നാകെ ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ കരുനിഴലിലാണ്. അമേരിക്കയും ഇസ്രയേലും ഇറാനും ചേർന്നുള്ള ഒരു യുദ്ധം. അതിൻ്റെ ഭാഗമായി പോകേണ്ടി വന്ന ചില ഗൾഫ് രാഷ്ട്രങ്ങളായ കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, UAE, സൗദി അറേബ്യ, ഇറാഖ് എന്നിവയെല്ലാം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം എന്ന് പറയുന്നത് ഒരു ദിവസം ഏകദേശം 5.2 മില്യൺ ബാരൽസ് പെർ ഡേ ആണ്. ഇതിൽ അടുത്ത കാലത്തായി നമ്മളുടെ സുഹൃത്ത് രാജ്യമായ റഷ്യയിൽ നിന്ന് 1.6% മുതൽ 2 മില്യൺ ബാരൽസ് പെർ ഡേ ആണ് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ഊർജാവശ്യത്തിൻ്റെ ഏകദേശം 85% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പ്രധാനമായും റഷ്യയിൽ നിന്നും 2 മില്യൺ ബാരലോളം ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കി വരുന്ന ഏകദേശം 3 മില്യൺ ബാരൽ കൂടുതൽ വരുന്ന പെട്രോളിയം പ്രോഡക്ട്സ് ഇറക്കുമതി ചെയ്യുന്നത് സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, UAE തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ നിന്നാണ്. ഇവിടെ ആകമാനം ഇപ്പോൾ ഒരു വലിയ യുദ്ധത്തിൻ്റെ കരുനിഴലിലാണ്. നമ്മുടെ രാജ്യം മറ്റ് അയൽ രാജ്യങ്ങളും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായി നിലനിർത്തി സംരക്ഷിച്ചു പോരുന്ന ഒരു സമീപനമുണ്ട്. എല്ലാ രാജ്യങ്ങളോടും നമുക്ക് നോക്കിയാൽ കാണാം, സൗഹൃദത്തോടെയും അതുപോലെ തന്നെ സഹായ മനസ്കതയോടെയും മറ്റു രാജ്യങ്ങളുമായി ഇതുപോലെ ഇടപഴകുന്ന മറ്റൊരു രാജ്യം നമുക്ക് കാണാൻ കഴിയുകയില്ല. അതാണ് നമ്മുടെ ഭാരത സംസ്കാരം. ഇക്കൂട്ടത്തിൽ മറ്റൊന്നുകൂടി പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. നമ്മുടെ രാജ്യത്തെ എന്ത് കണ്ടാലും വിമർശിക്കാൻ നിൽക്കുന്ന കുറേ ആൾക്കാരും അതുപോലെ തന്നെ കുറേ സർക്കാർ വിമർശകരും, അവർക്കൊക്കെയും നമ്മുടെ പ്രധാനമന്ത്രി മുമ്പ് പല രാജ്യങ്ങളും സന്ദർശിക്കുന്നതും അവരോട് സൗഹൃദത്തോടെ ഇടപഴകുന്നതും മറ്റും വിമർശിക്കുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ഗുണം ഈ ഒരു യുദ്ധത്തിൽ നമുക്ക് വളരെ വ്യക്തതയോടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നോക്കൂ, നമ്മുടെ ഇന്ത്യക്ക് ആവശ്യമായ പെട്രോളിയം പ്രോഡക്ട്സ് ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ഏകദേശം 50-60% വരുന്ന പെട്രോളിയം പ്രോഡക്ട്സ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഹോർമൂസ് എന്ന കടലിടുക്ക് വഴിയാണ്. ഈ കടലിടുക്കിൻ്റെ ഒരു ഭാഗത്ത് വിശാലമായ ഇറാനും മറുഭാഗത്തായി UAE, ഖത്തർ, ബഹ്റിൻ, സൗദി അറേബ്യ തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമാണ്. ഇവിടെ ഇപ്പോൾ
അതിരൂക്ഷമായ യുദ്ധം നടക്കുകയാണ്. ഇറാനെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആക്രമിക്കുമ്പോൾ ഇറാന് ഇസ്രയേലിലേക്ക് ഡ്രോണുകളും മിസൈലുകളും അയക്കാൻ കഴിയും. എന്നാൽ അതിവിദൂരത്ത് കിടക്കുന്ന അമേരിക്കയിലേക്ക് അവർക്ക് മിസൈലുകളോ ഡ്രോണുകളോ അയച്ച് ആക്രമിക്കാൻ കഴിയില്ല. ആയതിനാൽ തന്നെ അവർ തങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള അയൽ രാജ്യങ്ങളായ ഖത്തർ, ബഹ്റൈൻ, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ ബേസുകളിലേക്കാണ് ആക്രമണം. അങ്ങനെയാവുമ്പോൾ ഒരു ഭാഗത്ത് ഇറാനും മറുഭാഗത്തായി മറ്റ് അറേബ്യൻ രാജ്യങ്ങളുമാണ്. ഇതിൻ്റെ മധ്യത്തിലായാണ് നമ്മുടെ ഹോർമോസ് കടലിടുക്ക്. ആയതിനാൽ തന്നെ വിസ്തൃതിയിൽ ഒരു ഭാഗം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഇറാൻ എന്ന രാജ്യത്തിന് നിഷ്പ്രയാസം നമ്മുടെ ഹോർമോസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇതിലൂടെ കടന്നുപോയ അമേരിക്കയുടെ സേഫ് സീ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ സേഫ് സീ വിഷ്ണു എന്ന കപ്പലും അതുപോലെ തന്നെ ഗ്രീക്ക് കമ്പനിയുടെ സഫയോട്ട് എന്ന ഷിപ്പും അതുപോലെ തന്നെ മയൂരി നാരി എന്ന ഷിപ്പും ആക്രമിച്ച് നശിപ്പിക്കുകയുണ്ടായി. ഗൾഫ് മേഖലയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുവരാൻ പറ്റിയ ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത പാതയാണ് ഹോർമോസ് കടലിടുക്ക്. അത് ഇപ്പോൾ ഇറാൻ അടച്ചിരിക്കുകയാണ്. ആയതിനാൽ തന്നെ അതുവഴി ഒരു കപ്പലുകൾക്കും കടന്നു പോകാൻ കഴിയുന്നില്ല. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ നയതന്ത്ര വിജയം നടപ്പിലാക്കിയെടുക്കാൻ നമ്മുടെ വിദേശകാര്യമന്ത്രിയായ ജയശങ്കറിനും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിസഭയ്ക്കും സാധിച്ചെടുത്തത്. നമ്മുടെ പ്രധാനമന്ത്രി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി സംസാരിച്ച് ഒരു ധാരണയിലെത്തുകയും നമ്മുടെ ഊർജാവശ്യം അവരെ അറിയിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ഇറാൻ നമ്മുടെ 2 കപ്പലുകളായ ഷിവാലിക്, നന്ദാദേവി എന്നീ 2 കപ്പലുകൾ അതുവഴി കടന്നു പോകാൻ അനുമതി നൽകി. ഏകദേശം ഏതാണ്ട് 93,000 മെട്രിക് ടണ്ണോളം വരുന്ന LPG അടങ്ങിയ ഷിപ്പുകളാണ് അവർ അതുവഴി കടന്നു പോകാൻ അനുമതി നൽകിയത്. ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് വളരെ ആശ്വാസം പകരുന്ന ഒരു നീക്കമായിരുന്നു ഇത്. ഇനിയും ഗൾഫ് മേഖലയിലായി ഏതാണ്ട് 22ഓളം കപ്പലുകളാണ് അവിടെ ഇന്ത്യയിലേക്ക് വരാനായി കാത്തു നിൽക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ചൈനയും എല്ലാം തന്നെ നോക്കി നിൽക്കുന്നു. ഇതെന്ത് തരം നയതന്ത്രമാണ് ഈ രാജ്യം നടപ്പിലാക്കുന്നതെന്ന്. സത്യമല്ലേ? നിങ്ങൾ നോക്കൂ. ഒരേ സമയം നമുക്ക് ഇസ്രയേലുമായും ബന്ധമുണ്ട്, അതുപോലെ തന്നെ പാലസ്തീനുമായും ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇസ്രയേലുമായും അമേരിക്കയുമായും സഹകരിക്കുമ്പോൾ തന്നെ ഇറാനുമായും അതുപോലെ തന്നെ സഹകരിച്ചു പോകുന്നു. ഇത് തന്നെയാണ് മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യമായ റഷ്യയുമായി സഹകരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് മറുചേരിയിൽ നിൽക്കുന്ന അമേരിക്കയുമായി നമ്മൾ നല്ല ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും മാലദ്വീപും എല്ലാം നോക്കൂ. ഇവരിൽ പലരും നാം കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മെ കുത്തി നോവിക്കാറുണ്ട്. ഒരു കാര്യവും ഉണ്ടായിട്ടല്ല. മറ്റ് പല രാജ്യങ്ങളുടെയും കയ്യിലെ ചട്ടുകമായി പ്രവർത്തിച്ചാണ് അവർ നമ്മളെ ദ്രോഹിച്ചത്. എങ്കിൽ കൂടിയും ഇവർക്കെല്ലാം ഒരു പ്രശ്നം വരുമ്പോൾ ഓടിയെത്തുന്ന ഒരേ ഒരു രാജ്യം അത് നമ്മുടെ ഇന്ത്യയാണ്. ഇത് മനസ്സിലാക്കുന്ന രാജ്യങ്ങളിൽപ്പെട്ട സുഹൃത്ത് രാജ്യങ്ങളിൽ ചിലവരാണ് നമ്മുടെ റഷ്യയും ഇസ്രയേലും UAEയും മറ്റുമെല്ലാം. ഇവർക്കെല്ലാം അറിയാം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആകെ കൂടെ നിൽക്കാൻ ഇന്ത്യ മാത്രമേ കാണൂവെന്ന്. ഒരിക്കലും ചതിക്കില്ല എന്നും അവർക്കെല്ലാം നന്നായി അറിയാം. സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഇതോടൊപ്പം പറയുകയാണ്.